രണ്ട് ദിവസം ഓ 2 ദിവസം കഴിഞ്ഞ കുട്ടികൾക്ക് അതിന്റെ സയന്റിഫിക് റീസൺ ഒന്നും അറിയത്തില്ല. പക്ഷേ കുട്ടി ജനിച്ച് 2 ദിവസത്തിനുള്ളിൽ കേൾവി പരിശോധന നടത്തുന്നത് പ്രായോഗികമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വരൂ നമുക്കൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാം. പ്രായോഗികമല്ല. അല്ല, 2 മാസമല്ലേ? 2 ദിവസം പ്രായോഗികമല്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് പ്രായോഗികമാണെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് വളരെ അത്യാവശ്യമുള്ളതാണ്. കാരണം എന്തെങ്കിലും നമ്മൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇയർലിയർ ആയിട്ട് ഇൻ്റർവെൻഷൻസ് നമ്മൾക്ക് ചെയ്യാൻ പറ്റും. കുഞ്ഞു കുട്ടികളല്ല, അത് കുറച്ച് കറയും കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾക്ക് എടുക്കുന്നത് നല്ലതാണ്. നമുക്കറിയാമല്ലോ അവൻ ആ സൗണ്ടിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ. ഇപ്പം നമ്മൾ വേറെ ഫുൾ ബ്ലോൺ കോൺവെർസേഷൻ അല്ലെങ്കിലും നമ്മൾ ആ ഒരു ഓക്കെ ഇങ്ങനെ ഒരു ഇതാക്കുമ്പോഴത്തേക്ക് അവൻ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും കുഞ്ഞിന്, പക്ഷെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം ഏർലി സ്റ്റേജിൽ തന്നെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ട്രീറ്റ്മെന്റ് കൊടുക്കാനും നല്ല ഇതായിരിക്കും. ഇങ്ങനെ ലേറ്റർ വെച്ചോണ്ടിരിക്കാതെ ലേറ്റായി ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണല്ലോ ആദ്യം തന്നെ അറിയുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഹിയറിംഗ് ഇയാൾക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് ആണെന്നാ തോന്നിയിട്ടുള്ളത്. ഒരു സംശയം ചോദിക്കട്ടെ, ഈ 2 ദിവസത്തിൽ കേൾവി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെയാണ് അനുമാനിക്കുന്നത്? അത് ടച്ച് കൊണ്ടല്ല കുട്ടി റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് അങ്ങനെ അറിയാം. ജനിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ കേൾവിക്കുറവ് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനകത്ത് ഏറ്റവും പ്രധാനം ഓട്ടോ അക്കൗസ്റ്റിക് എമിഷൻസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അവൈലബിൾ ആണ്. ആ ടെസ്റ്റ് നമ്മുടെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും, ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. ജോയിൻറ്റ് കമ്മിറ്റി ഓഫ് ഇൻഫൻറ്റ് ഹിയറിംഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 1 മാസത്തിൽ കേൾവിക്കുറവ് സ്ക്രീൻ ചെയ്യുകയും 3-ാം മാസത്തിൽ ഡയഗ്നോസ് ചെയ്യുകയും 6 മാസത്തിനുള്ളിൽ തന്നെ ഹിയറിംഗ് എയ്ഡ് വെച്ച് ഇൻ്റർവെൻഷൻ തുടങ്ങുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിപ്പോൾ തന്നെ ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ പ്രകാരം 1 മാസം, 2 മാസം, 3 മാസം, അതായത് 3 മാസത്തിനുള്ളിൽ തന്നെ ഇൻ്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ തന്നെ കേൾവിക്കുറവ്? ഇറ്റ്സ് എ ന്യൂറൽ എമർജൻസി. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ഭാഷ പഠിക്കാനുള്ള ഒരു ക്രിട്ടിക്കൽ പീരീഡ് ഉണ്ട്. അത് 3 വയസ്സിനുള്ളിലാണ് ആ ഒരു ക്രിട്ടിക്കൽ പീരീഡ്. എൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 3 വയസ്സാണ്. അതുകൊണ്ട് എത്രയും നേരത്തെ തന്നെ കേൾവിക്കുറവ് കണ്ടുപിടിക്കുകയും അതിനുള്ള പ്രതിവിധിയായിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് വെക്കുകയും അല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ്സ് വെക്കുകയും ഇൻ്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നേരത്തെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് ഹിയറിംഗ് ലോസ് എന്നുള്ളൊരു ഡിസബിലിറ്റിയെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.